വാഴ 2 എന്ന് പറയുന്ന പടം കണ്ടു. നല്ല കിഡിലൻ വൈബ് പടം. എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ശരിക്കും വാഴ 1ൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെയും പിടിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ കുറേ തമാശകളും പിന്നെ സെക്കൻഡ് ഹാഫിലേക്കും ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇമോഷണലായിട്ട് നീങ്ങുകയും ഇതിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരനൊക്കെ വരുന്ന ആ ഒരു സെയിം പാറ്റേൺ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇവിടെ ഈ രണ്ടാം ഭാഗത്തിലും കാണാം. പക്ഷേ ആദ്യ ഭാഗത്തിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ അതൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. വേണമെങ്കിൽ അതിൻ്റെ ഒരു വാഴ 1ൻ്റെ ഒരു റീബൂട്ട് വേർഷനാണ് അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് വാഴ 2 എന്ന് പറയാം. പ്രത്യേകിച്ചും ഈ വാഴ 1ൻ്റെ OTT റിലീസ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എഴുത്തിലെ ചില പോരായ്മകളും അതുപോലെ തന്നെ ചില സീനുകളുടെ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയായിരുന്നു. അപ്പോൾ ആ ഒരു പോരായ്മകളൊക്കെ വിപിൻ ദാസ് ശ്രദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അത് തിരുത്തിയിട്ടാണ് വാഴ 2ലേക്ക് വന്നപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഈ സിനിമയിൽ കാണാനുമുണ്ട്. പ്രത്യേകിച്ചും എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നല്ല പണിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. മ്യൂസിക് ഈ സിനിമയുടെ നട്ടെല്ലാണ്. ആ ഒരു ക്രൂ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പേരുകൾ കാണാൻ പറ്റും. മലയാളി മോങ്കീസ്, രജത് പ്രകാശ്, RZ, ഇലക്ട്രോണിക് കിളി, അങ്ങനെ ഒരുപാട് പേരുകൾ. എന്തായാലും എല്ലാവരും കൂടി കത്തിച്ചിട്ടുണ്ട്. ആ ഒരു യൂത്ത് വൈബ് സെറ്റ് ചെയ്യുന്നതിനൊക്കെ ഈ മ്യൂസിക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എത്ര പാട്ടുകളും അതിൻ്റെ സ്കോറിങ്ങും ഒപ്പം തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കലാഭവമണിയുടെ ആണെന്ന് തോന്നുന്നത് ഏതൊരു പാട്ടിൻ്റെ ഒരു മിക്സ് വരുന്നുണ്ട്. അത് പിന്നെ കൂടെ പിറന്നവരെന്ന് പറയുന്ന ആ ഒരു പാട്ട്, പിന്നെ ഈ ഹാഷിറാൻ ടീമിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് ഡയലോഗ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്, അതുപോലെ തന്നെ അടയും കൊമ്മാള, ഇതൊക്കെ വെച്ചിട്ടുള്ള പാട്ടുകൾ. പിന്നെ മറ്റേ ഇൻ്റർവെല്ലിനോട് അടുത്തിട്ടൊരു പാട്ടുണ്ട്, മറ്റേ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്ന് പറയുന്നൊരു പാട്ട്. അയ്യോ, അത് വൻ കത്തിക്കലായിരുന്നു ആ പാട്ട്. ആ ഒരു ഇൻ്റർവെൽ ഭാഗത്തിൻ്റെ ഒക്കെ ഒരു മൂഡ് എലവേറ്റ് ചെയ്യുന്നതിന് ആ പാട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗംഭീര സോങ് ആയിരുന്നു അത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ മകനെ എന്ന് പറയുന്ന വാഴയിലെ ഫസ്റ്റ് പാർട്ടിലെ ആ ഒരു പാട്ടും പിന്നെ ഈ കൂടെ പിറന്നവരും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നൊരു സാധനം, അതൊക്കെ ആ ഒരു സീൻസിൻ്റെ ഒക്കെ ഒരു ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ മ്യൂസിക് ടീമിന് 100ൽ 100 മാർക്കാണെന്ന് തന്നെ പറയാം. ഇനി ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാഷിറാൻ ടീം എന്നൊന്നും പറയില്ല. ഹാഷിർ, അലൻ, വിനായക്, അജിൻ എന്നിങ്ങനെ എടുത്തെടുത്ത് എണ്ണി തന്നെ പറയും. കാരണം ഓരോരുത്തരും വളരെ ഗംഭീരമായിട്ട് തന്നെ ഓരോരോ റോളുകൾ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കണ്ടൻറ് ക്രിയേറ്റേഴ്സായിട്ടുള്ള ആളുകൾ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയായിരിക്കും പെർഫോം ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചിരുന്നു. കാരണം ഞാനിതിൻ്റെ ട്രെയിലർ പോലും കാണാണ്ടാണ് ഈ സിനിമ കാണാനായിട്ട് കയറിയത്. പക്ഷേ ഓരോരുത്തരും വളരെ ഗംഭീരമായിട്ട് തന്നെ അവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സായിട്ടുള്ള നിഹാൽ, നിബ്രാസ്, അതുപോലെ ഷഹബാസ്, അമീൻ, ഇവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ യുറേക്ക സ്റ്റോറീസിലെ ദേവരാജ്, പിന്നെ പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ പുള്ളി ഒരു സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള ആളാണ്. സിനിമയിൽ വന്നാൽ ദേവരാജ് തകർക്കും എന്ന് നമുക്ക് ശരിക്കും പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നാറുണ്ട്. അതേപോലെ തന്നെ ആദ്യം പുള്ളി ഒരു ചെറിയ റോളിലൊക്കെ ഒതുങ്ങി പോകുമെന്നൊക്കെ തോന്നിച്ചെങ്കിൽ കൂടി സെക്കൻഡ് ഹാഫിലേക്കൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ പാട്ടൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടർ കുറച്ചും കൂടി മെച്ചുവേർഡ് ആവുന്ന ഒരു ഘട്ടത്തിലൊക്കെ ദേവരാജ് വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലയാള സിനിമ തന്നെ ഇതുവരെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് അടിവര ഇടുന്ന പ്രകടനമാണ് ബിജുക്കുട്ടൻ ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. പുള്ളി ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു റോള്. അതേപോലെ തന്നെ ബിജുക്കുട്ടൻ്റെ ചേട്ടനായിട്ട് വന്നിട്ടുള്ള കണ്ണൻ സാഗർ, വിനോദ് കടാമംഗലം, ഇവരൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള റോളുകൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ അത്തരത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് ടീമിന് ശരിക്കും ഒരു കൈയടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവരുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ വിജയ് ബാബുവിനെയും അജു വർഗീസിനെയും കുറിച്ചും നമുക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൽ നായികമാരായിട്ട് വന്നിട്ടുള്ള ഏഞ്ചൽ മേരി, അതുപോലെ വേദ ശങ്കർ, രണ്ടുപേരും അവരുടെ സ്ക്രീൻ പ്രസൻസിലായാലും പെർഫോമൻസിലായാലും രണ്ടുപേരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അൽഫോൺസ് പുത്രൻ, പുള്ളി വാഴ 1ൽ ബേസിൽ ജോസഫൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ ആ ഒരു പാറ്റേണിലുള്ള ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വളരെ ഫണ്ണി ആയിട്ട് തന്നെ ഒരു ക്യാരക്ടർ പുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിലെ ചില ഡയലോഗുകളൊക്കെ പുള്ളി പറയുമ്പോൾ ശരിക്കും പുള്ളിയുടെ ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള സീനുകളൊക്കെ ശരിക്കും ആ ഒരു ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. പ്രേമത്തിനേക്കാളൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിട്ട് അൽഫോൺസ് പുത്രൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ആ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ തോന്നും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഇതൊക്കെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ എത്ര പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞു. ഇതിൽ ഇത്രയും ആളുകൾ ഈ സിനിമയിൽ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയാണ് ഈ ഒരു വാഴയുടെ രണ്ടാമത്തെ ഈ വാഴയ്ക്ക് വളമായിട്ട് മാറുന്നത്. പിന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്. കണ്ണൻ മോഹനാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ആ ഒരു എഡിറ്റിംഗ് പാറ്റേണൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ഒരു പടക്കം സീനിലൊക്കെ വരുന്ന ചില കട്ട്സൊക്കെയാണ്. ആ ഒരു സീനുണ്ടല്ലോ, ഇപ്പോൾ
എല്ലാ വിഷുവിനും നമ്മൾ ആഘോഷിക്കാറുള്ള ആ പടക്കം പൊട്ടിക്കുമ്പോൾ വീഴുന്ന ആ ഒരു ചേട്ടൻ്റെ വീഡിയോ, അത് ഇനി ഈ സിനിമ കണ്ടതിന് ശേഷം ഇനി നമുക്ക് പണ്ട് നമ്മൾ കണ്ടതുപോലെ അത്ര സന്തോഷത്തോടെ ആ സീൻ ഇനി കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ വീഡിയോ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം അത്ര നന്നായിട്ടാണ് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സീന് ഈ ഒരു സിനിമയിൽ ഇവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വീഡിയോ കാണുമ്പോൾ ഉള്ള അത് ഇനി കുറച്ച് ഇമോഷണലായിട്ട് ആ ഒരു സീൻ നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ മൊത്തത്തിൽ നന്നായിട്ട് ആസ്വദിച്ച സിനിമ, ഒരു തരി ലാഗ് പോലും എവിടെ അനുഭവപ്പെട്ടിട്ടില്ല. നല്ല കുറേ തമാശകളും അതുപോലെ തന്നെ പ്രണയവും സൗഹൃദവും കുടുംബ ബന്ധങ്ങളും ഇമോഷനും ഒക്കെ ആയിട്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണേണ്ട, തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന നല്ലൊരു എൻ്റർടൈനർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളും വാഴ 2 തിയേറ്ററിൽ തന്നെ കാണുക. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതിനിപ്പോൾ എന്നോട് ചേരുന്ന അഭിപ്രായങ്ങളായാലും അല്ലെങ്കിൽ മറിച്ചുള്ള അഭിപ്രായങ്ങളായാലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതുക. വേറൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.